മാനസികാപ്പൻ എന്ന് പറയുന്ന ആൾ ഇതുവരെ 5 വർഷം നമ്മൾ ജയിച്ച വോട്ട് 15,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അത് ആറേക്കോട്ടായിരുന്നു. ഞങ്ങളുടെ അടുത്ത വർഷത്തിന്റെ വരെ വോട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം അത് എടുക്കുകയില്ല. എന്താ കൊടുക്കുന്നത്? എന്താ ചെയ്തോ 5 വർഷത്തിനുള്ളിൽ? എന്തെങ്കിലും ചെയ്തോ? പിന്നെ BJP എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി വന്നിട്ടുണ്ട്, ഷോൺ ജോർജ് എന്ന് പറയുന്നത്, BC ജോർജിന്റെ. അവന്റെ അപ്പന്റെ വില പോലും ഇപ്രാവശ്യം അവന് കിട്ടുകയില്ല. അവന്റെ അപ്പനുള്ള വില പോലും ഇവിടെ കിട്ടുകയില്ല. ഒന്ന് അവനെന്ന് പറയുന്നത് ചുമ്മാ ഒരു ഇതൊരു ഫോൺ പോയിട്ടുണ്ട് കേട്ടോ. ആരുടെയും ഉണ്ടെങ്കിൽ ഇവരെ സമീപിച്ചാൽ മതി. പിടിച്ചോ. പിന്നെ ഷോൺ ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ക്രിസ്ത്യൻ വോട്ട് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നേക്കുന്നത്. യഥാർത്ഥ ക്രിസ്ത്യാനി BJP വോട്ട് ചെയ്യോ? അതായത് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം 12,000 വോട്ടാണ് മാനസികാപ്പിന് BJPയുടെ വോട്ട് കിട്ടിയിരുന്നത്. ശരിയാണോ? 15,000 വോട്ടിന് ഭൂരിപക്ഷമാണ്. അതിന്റെ അകത്ത് 15,000 വോട്ട് ഭൂരിപക്ഷം എന്ന് പറയുന്നത് BJPയുടെ വോട്ടല്ല, അല്ല കോൺഗ്രസിന്റെ വോട്ടും BJPയുടെ വോട്ടെല്ലാം അങ്ങോട്ട് ചെന്നേക്കുന്നത്. കേരള കോൺഗ്രസിന്റെ വോട്ട് പോവുകയല്ല. അപ്പൊ ഈ ത്രികോണ മത്സരം എന്നൊക്കെ പറയുന്നത് ത്രികോണ മത്സരം ഇതാണ്. ഇവിടെയാണ് ത്രികോണ മത്സരം എന്ന് പറയുന്നത്. നിങ്ങൾ ഇതാണ് ഇവിടെയാണ് ത്രികോണ മത്സരം എന്ന് പറയുന്നത്. എന്ത് കാരണത്താല കുറെ കാശ് ഇറക്കി കുറെ പോസ്റ്റർ ഒട്ടിച്ച് കുറെ പരിപാടി നടത്തുന്നത് ത്രികോണ മത്സരം ആവുമോ? അങ്ങനെ ത്രികോണ മത്സരം എന്ന് പറയുന്നത് 3 സ്ഥാനാർത്ഥികൾ, നല്ല സ്ഥാനാർത്ഥി വരുമ്പോഴല്ലേ ത്രികോണ മത്സരം എന്ന് പറയുന്നത്. ഇവിടെ പവർ വാങ്ങിച്ച് ജോസ് കെ മാണി തന്നെ. അല്ല തന്നെ ജോസ് കെ മാണി തന്നെ ജയിക്കുള്ളൂ. കാരണം ഈ പ്രാവശ്യം എന്നാണ് ജോസ് കെ മാണി ജയിക്കുള്ളൂ. കാരണം ഒന്നും ചെയ്തില്ല. നമ്മൾ എന്തെങ്കിലും തന്നാലേ നമുക്ക്. ഇവിടുത്തെ റോഡുകൾ ഞാൻ പറയട്ടെ, ഏതെങ്കിലും ഒരു മോശം റോഡുകൾ നിങ്ങൾ ഈ പഞ്ചായത്തുകൾ കൂടെ ഒന്ന് കയറി നോക്കിയോ. മെയിൻ റോഡ് നോക്കണ്ട, നമ്മൾ പഞ്ചായത്തുകളോട് കയറി നോക്കിയോ. അല്ല ഇവിടുത്തെ കുറവെന്ന് പറഞ്ഞാൽ ഇപ്പൊ ചില കുടിമാർ ചോദിച്ചാൽ പറയും നമ്മുടെ നാട്ടിൽ ബ്യൂറോയില്ലെന്ന് ചിലപ്പോൾ പറയും. അതല്ലാതെ വേറെ കുറവുകൾ ഞാനൊന്നും ഇതിലൂടെ പറയാനില്ല. എന്നാ പറയാനുള്ള ഒരു കുറവുകൾ കരൂർ പഞ്ചായത്തിൽ. ഇപ്പൊ ഞങ്ങൾ കരൂർ പഞ്ചായത്തിലാണ്. കരൂർ പഞ്ചായത്തിൽ എന്താ കുറവുള്ളത്? അല്ല കരൂർ പഞ്ചായത്ത് നമ്മൾ നിങ്ങൾ ചോദിക്കേണ്ട കാര്യമില്ല. കരൂർ പഞ്ചായത്തിൽ എപ്പോഴും ജോസ് കെ മാണിക്കല്ലേ ലീഡുള്ളത്. കേരള കോൺഗ്രസിനാണ് ലീഡുള്ളത് ഇവിടെ. അവിടെ ചോദിക്കേണ്ട കാര്യമില്ല ലീഡ്. പിന്നെ ജോസ് കെ മാണി എന്ന് പറയുന്ന ആള് വ്യക്തി അറിയാമല്ലോ, 888 പരിപാടി അതെല്ലാം ചെയ്തേക്കുന്നില്ലേ. അവിടെ എന്റെ ആന്റി ഉൾപ്പെടെ അവിടെ ജോലിക്ക് നിൽപ്പുണ്ട്. അവിടുത്തെ ഓട്ടോക്കാർ കോട്ടം. ഓട്ടോക്കാർ കോട്ടം 1,500 രൂപ ഡെയിലി ഓടുന്നുണ്ട് ഒരു ഓട്ടോക്കാരൻ. 1,500 രൂപ ഡെയിലി ഓടുക എന്ന് പറയുമ്പോൾ അവന്റെ ജീവിത വരുമാനം എന്നായി? എത്ര പേർക്ക് അവിടെ തൊഴിൽ കിട്ടി? ആ പഠിക്കുന്നവർ വിദ്യാർത്ഥികളുടെ വിട്. ബാക്കിയുള്ളവരെ ഒന്ന് ആലോചിച്ച് നോക്കിയേ.